അങ്ങനെ ഒരു വാർത്ത ശരിയാണോ? ഞാൻ കരുതുന്നത് ആ വാർത്ത ശരിയല്ലെന്നാണ്. കാരണം അങ്ങനെ ഒരു കേസെടുക്കാൻ ശുപാർശ ചെയ്യാൻ പറ്റില്ല. ഒന്ന്, ആദ്യ കേസ് അന്വേഷിച്ചാണ്. അപ്പോൾ ഈ കേസ് ഒരു കാരണവശാലും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട് വിജിലൻസ് തന്നെ ഉപേക്ഷിച്ചാണ്. ആഭ്യന്തര വകുപ്പ് എല്ലാം കണ്ട് ഉപേക്ഷിച്ചാണ്. രണ്ടാമത് വീണ്ടും ഒരു പരാതി വാങ്ങിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഒരു രീതി 4-5 കൊല്ലമായി അന്വേഷണം നടക്കുന്നു. ഈ അന്വേഷണം ഏത് രീതിയിൽ അന്വേഷിച്ചാലും ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല. കാരണം 100% പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട്. 7 വർഷം മുമ്പ് 2018 ശേഷമാണ് ഇങ്ങനൊരു ആക്ഷേപം വന്നത്. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാമെന്ന് പറഞ്ഞിട്ട്. ഈ അന്വേഷണമായിട്ടൊക്കെ ഞാൻ പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്. എല്ലാവിധ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നത് ഒരു കാരണവശാലും ഇത് നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ ജനുവരിയിൽ എനിക്കെതിരെ ഒരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും. അല്ലാത്ത കേസാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. ഒരു ബുദ്ധിമുട്ടും ആ കാര്യത്തിലില്ല. പിന്നെ പണ്ട് ഉമ്മൻചാണ്ടി സാറിനെതിരായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ടും ഒക്കെ ഇതുപോലത്തെ CBI കേസ് കൊണ്ടുവന്നാണ്, CBI ശുപാർശ ചെയ്ത്. അതുപോലെ കൊണ്ടുവരാൻ വരുവാണെങ്കിൽ ഞാൻ അതിനെ അങ്ങനെ നേരിടും. ഇത് ഒരു കാരണവശാലും നിലനിൽക്കുന്ന ഒരു കേസല്ല. നിയമത്തിൽ ലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാ അന്നെങ്കിൽ അവർ കേസെടുക്കട്ടെ. അങ്ങനെ കേസെടുക്കട്ടെ, അല്ലെങ്കിൽ CBIക്ക് വിടട്ടെ. അതിനേക്കാളും വലിയ ഏജൻസി ഇന്ത്യയിലില്ലല്ലോ. CBIക്ക് വിടട്ടെ. MV ഗോവിന്ദൻ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ MV ഗോവിന്ദൻ പാർട്ടി ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തിട്ട് എനിക്കെതിരായിട്ട് അത് CBIക്ക് വിടട്ടെ. ഞാൻ വിദേശത്ത് പോയി പണം പിരിച്ചിട്ടുണ്ടെന്ന് MV ഗോവിന്ദനാണ് കണ്ടെത്തി, വിജിലൻസ് അല്ല. MV ഗോവിന്ദൻ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോകട്ടെ. ആ വിജിലൻസിന്റെ ഒക്കെ റിപ്പോർട്ടൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പറ. അന്വേഷണം നടത്തിയേക്കുന്ന ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടൊന്ന് വായിച്ചു നോക്കാൻ പറ MV ഗോവിന്ദനോട്. ഇതൊക്കെ ഞാനും അറിയുമല്ലോ. നിയമസഭയിൽ റൂൾ ഓഫ് പ്രൊസീജിയറിലെ 2ന്റെ ലംഘനമാണ്. അപ്പോൾ നിയമസഭാ സാമാജിക എന്ന രീതിയിൽ സ്പീക്കർ നടപടി സ്വീകരിക്കണം എന്നൊരു ശുപാർശ കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, അതൊക്കെ ഇത് 1 കൊല്ലം മുമ്പുള്ളതല്ലേ. എന്നിട്ട് എന്തേ സ്പീക്കർ നടപടി സ്വീകരിക്കായിരുന്നത്? സ്പീക്കർ എന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചതെന്നൊന്ന് അന്വേഷിച്ച് നോക്ക്. ഇലക്ഷനായില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയില്ലേ, ഒരു പ്രാവശ്യം ഇത് വളരെ വിശദമായി അന്വേഷിച്ചു. എന്നിട്ട് ഒരു കാരണവശാലും ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു പരാതി, അങ്ങനെയാണല്ലോ, പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ, പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും അല്ല, ഇനി വേറെ ഒരു ഫൈൻഡിങ്, നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ MV ഗോവിന്ദൻ പറഞ്ഞവരെ CBIക്ക് വിടട്ടെ. CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞേ. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക്. അല്ല, അതൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. എൻ്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് CBIക്ക് വിടുന്നതിൽ എനിക്ക് യാതൊരു പരാതിയില്ല. എന്റെ കേസ് ആയിക്കോട്ടെ, എനിക്ക് അതൊന്നും വിരോധമില്ല. ഞാൻ ആ ചോദ്യം ഒന്നും ചോദിക്കുന്നില്ല. ആ ചോദ്യത്തിന്റെ അർത്ഥം എനിക്കിത് CBIക്ക് വിട്ടാൽ പേടിയെന്നാവും അതിന്റെ അർത്ഥം. അവർ ഒരു കേസും CBIയെ കൊണ്ട് അംഗീകരിക്കില്ലെങ്കിൽ എന്റെ കേസ് വിട്ടോ, CBIക്ക് വിട്ടോ. ഉമ്മൻചാണ്ടിയുടെ സാറിന്റെ കേസ് വിട്ടതല്ലേ, അതുപോലെ എന്റെ കേസ് വിട്ടോ, എനിക്കൊരു വിരോധമില്ല. ഞാൻ റെഡിയാണ്. അതാണ് ഞാൻ ഇതിന്റെ ഒരു ടൈമിംഗ് നോക്കണം. ഈ വാർത്ത ആ വാർത്ത കൊടുത്തവരോടാണ് ഞാൻ പറഞ്ഞത്. ഈ വാർത്ത ഈ ചാനലുകൾക്ക് എത്തിച്ചവരോട്, കൊടുത്ത ചാനലുകളോടല്ല. അവർക്ക് വാർത്ത കിട്ടിയാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെ CBI അന്വേഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാർത്തയല്ലേ. അത് കൊടുത്തവരോടൊന്ന് പറഞ്ഞാൽ മതി ഞാൻ പേടിച്ചു പോയെന്ന്, ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫൈൻഡിങ് നിങ്ങളുടെ കയ്യിൽ വിജിലൻസിന്റെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു വിരോധമില്ലായിരുന്നു CBIക്ക് വിട്ടേക്ക്. അപ്പം തന്നെ വിട്ടേക്ക്. CBI അന്വേഷിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, റെഡിയാണ്. അല്ല, തെരഞ്ഞെടുപ്പാണല്ലോ പ്രശ്നം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാമല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ ചുമതല വഹിക്കുന്ന എനിക്കെതിരായിട്ട് ആദ്യം ഒരു അന്വേഷണം നടത്തി ഒരേ കാര്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്
ഞാൻ പ്രതിപക്ഷ നേതാവായപ്പോൾ വീണ്ടും അന്വേഷണം നടത്തി തെരഞ്ഞെടുപ്പിന്റെ 2 മാസം മുമ്പ് ഇത് CBI അന്വേഷിക്കേണ്ട കേസാണ് എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നടത്തിയ അതും മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ആളുകൾക്ക്. പക്ഷേ ഞാൻ ഇത്രയൊന്നും എന്നെ ഇങ്ങനെ സഹായിക്കുമെന്ന് വിചാരിച്ചില്ല ഇവര്. ഇതിൽ കൂടുതൽ എന്നെ എങ്ങനെ സഹായിക്കണവര്? ഞാൻ അതൊന്നും പറയില്ല. എന്നെ ഓരോരുത്തരും സഹായിക്കാൻ പല രീതിയിൽ തീരുമാനിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് വേണ്ടാന്ന് പറയാൻ പറ്റും. അതൊക്കെ പറഞ്ഞോണ്ട് തന്നെ എന്ത് തീരുമാനം എടുത്തോട്ടെ. മുഖ്യമന്ത്രിക്കൊക്കെ അതിൻ്റെ അകത്ത് അധികാരമുള്ള ആളല്ലേ ഇത് തീരുമാനം എടുക്കാൻ വേണ്ടി. വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാമോ? സഹായിക്കാൻ പാടില്ല. പ്രതിപക്ഷ നേതാവിനെ സഹായിക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ എന്താ അങ്ങനെ സഹായിക്കാനുള്ള ബന്ധമൊന്നുമില്ലല്ലോ. അപ്പം വിജിലൻസ് ഒരു റിപ്പോർട്ട് വന്നിട്ട് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവല്ലേ, നമ്മുടെ സതീശനല്ലേ, ഒന്നും വേണ്ട എന്ന് വെച്ച് മടക്കി വയ്ക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അദ്ദേഹം ഉടനെ അതിന്റെ നടപടിക്രമം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം. അത് ചെയ്യട്ടെ. ഞാൻ നിയമപരമായി പറഞ്ഞ കാര്യം ഇങ്ങനെ വെല്ലുവിളിയാണ്. നിയമപരമായി ഒരു ഫേവറും വേണ്ടെന്ന് പറഞ്ഞത്. ഒരു ഫേവറും വേണ്ട. അവർ ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് 2 മാസം പോലും ഇല്ല. ഇനി മാർച്ച് 1-നാണ് തെരഞ്ഞെടുപ്പ് സാധാരണ പ്രഖ്യാപിക്കുന്നത്. 60 ദിവസം പോലും ഇല്ല. അതിനു മുമ്പ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് CBI അന്വേഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച നടത്തട്ടെ. അത് ഞാൻ നേരിട്ടാ പോരെ. ഞാൻ വ്യക്തിപരമായി നേരിടും. വ്യക്തിപരമായി ഏത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം. വരട്ടെ. അത് ആരാണ് ഇത് തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി പറഞ്ഞ് വിഷമിക്കാൻ പോണെന്ന് നമുക്ക് നോക്കാം. എനിക്കൊരു പ്രശ്നം. അതൊക്കെ എടുത്തോട്ടെ. ഇനി അവര് വന്നെടുത്താലും എടുക്കട്ടെ. ഞാൻ പറഞ്ഞ എന്താ, 4 അല്ല 5 ആയില്ലേ, പിന്നെ അതൊന്നും കുഴപ്പമില്ല. അതൊന്നും ഒരു പ്രശ്നമില്ല. എന്താണ് നോക്കട്ടെ, അത് നോക്കാം. ഇത് വരട്ടെ. ഇതിപ്പോ ഒരു വാർത്തയിലേ വന്നുള്ളൂ. വാർത്ത വന്ന് അതിന്റെ റിപ്പോർട്ട് കൂടി ഞാൻ കണ്ടു കഴിയുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. നിങ്ങളും ഒന്ന് അന്വേഷിച്ച് നോക്ക്. വേറെ കുറേ റിപ്പോർട്ടുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. കാരണം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം. എല്ലാ എവിഡൻസും എല്ലാ സാധനങ്ങളും അവർക്ക് കൊടുത്തപ്പോൾ അവരെന്നോട്, ഞാനത് പറയണത് ശരിയല്ല, അവരെന്നോട് പറഞ്ഞിട്ട് എന്താണ് എന്നോട് പറഞ്ഞിട്ട് പോയത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനത് അഭിമാനത്തോടു കൂടിയാണ് അവരുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ളത്. അവരുടെ പേരോ അവരെന്താ പറഞ്ഞതെന്ന് ഞാൻ പറയില്ല. പക്ഷെ അന്വേഷണത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ പൂർത്തിയാക്കി എന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. മനസ്സിലായില്ല? അല്ലെ ഞാൻ ഇത്രയും ധൈര്യമായിട്ടേക്ക് ഞാനൊന്നും പറയുന്നില്ലെന്നേ. ഇത് ഞാൻ എന്ത് കാര്യത്തോട് കമ്പയർ ചെയ്താലും ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ കാര്യം പറഞ്ഞു. കാരണം അത് ഇതുപോലെ അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. CBIക്ക് വിടരുതെന്നും പറഞ്ഞിട്ടില്ല, വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി എന്തെങ്കിലും ഫേവർ ചെയ്യണമെന്ന് പറയില്ല, ഒന്നും ചെയ്തില്ല. ഉണ്ടാവുമല്ലോ, ഇലക്ഷൻ അല്ലേ. ഇലക്ഷൻ ആകുമ്പോൾ ഇതുപോലത്തെ കാണും. മാത്രമല്ല ഇന്നലത്തെ മറ്റേ അണ്ടർവെയറിന്റെ കേസ്, ഷഡ്ഡി കേസ് അല്ലേ, അത് പുറത്തു വന്നിരിക്കല്ലോ. ബാലൻസ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇന്നിപ്പോ ഇതാവൂലേ. ഇപ്പൊ നിങ്ങൾക്ക് ഇന്ന് ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ആദ്യത്തെ വാർത്തയായിട്ട് കൊടുക്കണ്ടേ, ലീഡായിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? നാളത്തെ പത്രങ്ങളിൽ അതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റതൊന്ന് സൈഡിലേക്കോ അകത്തെ പേജിലേക്കൊക്കെ ഒന്ന് പോവല്ലേ. ഏത് ഷഡ്ഡി കേസ് ആണല്ലോ. സംശയം എന്താ, ആർക്കാ സംശയം? അതുകൊണ്ടല്ലേ ഞാനിതിനെ അങ്ങനെ തന്നെ കാണുന്നത്. അതൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. KPCC പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്യും.